നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ ക്യാൻസറിനെ കുറിച്ചിട്ട് ഞാൻ ചെറിയൊരു കവറേജാണ്. ഉറപ്പായിട്ടും ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മളിവിടെ ട്രീറ്റ്മെന്റ് കാര്യത്തിനെ കുറിച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത്. ഇത് വരുന്നതിന്റെ കാരണങ്ങൾ നമുക്ക് ബേസിക്കലി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. വീട്ടിൽ ഇത് വരാതെ ഇരിക്കാൻ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏത് തരം ക്യാൻസറുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ട്രീറ്റ്മെന്റിൽ കഴിയുന്ന വ്യക്തികൾ ഓൾറെഡി ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ആഹാര മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അതിനെക്കുറിച്ച് ചെറുതായിട്ട് അറിയണം. 100% എല്ലാവരും തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള ക്ലാസ് കേൾക്കണം. കാരണം ഓരോ വരിയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അറിവ് ശേഖരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ മടി വിചാരിച്ചിട്ട് പലതും ഒഴിച്ചു മാറ്റാണ്. ഒന്ന് തള്ളിവിടാണ്. തള്ളിവിടുമ്പോൾ ഒരുപക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ MKR CSM യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അനേക ടോപ്പിക്കുകൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എന്താ വെച്ചാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ക്യാൻസറിന്റെ ഒരു ലോഗോ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ, സാധാരണ കുടുംബത്തിൽ പോലും ക്യാൻസർ രോഗികൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പലതുമാണ്. അത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലത്തെ സുഖ സൗകര്യങ്ങൾ കൂടിയപ്പോൾ വന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. പോരാത്തതിന് നമ്മുടെ എൻവയോൺമെന്റൽ അതും ഉറപ്പായിട്ടും സുഖ സൗകര്യം തന്നെയാണ്. ഇന്ന് എല്ലാവരുടെ കയ്യിൽ വാഹനങ്ങളുണ്ട്. സുഖത്തിന്റെ അളവ് കൂടി. ഈ പൊല്യൂഷൻ എങ്ങോട്ട് പോണു? ആകാശത്ത് പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരില്ലേ? അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റോഡ് സൈഡിന്റെ പോസ്റ്റുകളും പേയ്മെന്റും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. പൊല്യൂഷൻ കാരണം കൊണ്ട് കറുത്ത് പോണു. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് പോണത് നമ്മൾ ആരാണ് ശ്രദ്ധിച്ചത്? ഇക്കണ്ട യുദ്ധങ്ങളും പലതും പല സ്ഥലത്ത് നടക്കുന്നു. പക്ഷെ പല കാരണങ്ങൾ അവർ പറഞ്ഞാൽ പോലും അവസാനം ബാധിക്കുന്നത് ലോകം മൊത്തം തന്നെ. മാനസിക പിരിമുറുക്കം. ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ശമ്പളം ആച്ചെങ്കിൽ കയറുന്നില്ല. എന്നാ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിന്റെ വില കയറി കഴിഞ്ഞാൽ താനെ ബാക്കി എല്ലാ വിലകൾ കയറുന്നു. അതൊരു ബുദ്ധിമുട്ട്. പോരാത്തതിന് കാലഘട്ടത്തിന്റെ മാറ്റം, പുതിയ തലമുറേന്റെ മാറ്റം, അങ്ങനെയുള്ള മാറ്റങ്ങൾ, ആഹാര രീതിന്റെ മാറ്റം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പ്രശ്നങ്ങൾ. ഇവിടെ ഒന്നും അത്ര മനസ്സിലാക്കുക, ക്യാൻസർ ശരിക്കും കോശങ്ങളുടെ അമിതമായ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗം അല്ല എന്നും പറയാം, രോഗം ആണെന്നും പറയാം. അപ്പൊ ഡിപ്പെൻസ്. എന്താ വെച്ചാൽ നമ്മുടെ കാഴ്ചയനുസരിച്ചിട്ടാണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തില് ഒരു കുഞ്ഞ് ഉണ്ടാവുന്ന സമയത്ത്, ഒരു കൺസെപ്ഷൻ സമയത്ത് ഉണ്ടാവുന്നത് ഒരു സ്ത്രീന്റെ അണ്ടവും ഒരു ബീജവും ചേരുമ്പോൾ, രണ്ട് കോശങ്ങൾ ചേരുമ്പോൾ പിന്നീട് അത് വീണ്ടും 2ന്റെ 4, 4ന്റെ 8 അങ്ങനെയായി ഇത് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ലക്ഷങ്ങളിൽ ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം, കോടികൾ വന്നതിന് ശേഷം ഈ മനുഷ്യ ശരീരം ഉണ്ടാവുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം കോശങ്ങളുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ആക്ച്വലി ഒരു ടീനേജ് കാലം വരയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഗ്രോത്ത് കുറച്ച് കുറവാണ്. എന്താ കാര്യം, പിന്നെ ആ പ്രായത്തിൽ നമ്മൾ നിലനിൽക്കും. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എക്സസൈസ് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ഹെൽത്തി ഫുഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈല് രീതി കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ലൈഫ് കൂടുതൽ മുന്നോട്ട് അതേ സൗന്ദര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ പ്രായം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പുതിയ കോശങ്ങളുടെ റീപ്ലേസ്മെന്റ് കുറവാണ്, ഡിസ്ട്രക്ഷൻ കൂടുതലാണ്. അപ്പൊ ഇത്രക്കേ ഉള്ളോ ഒരു മനുഷ്യന്റെ ലൈഫിന്റെ പ്രശ്നം. അപ്പൊ ഈ കോശങ്ങളുടെ നാശം നോർമലി ഉണ്ടാവണു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. പക്ഷെ അമിതമായ കോശങ്ങൾ ചില സമയത്ത് ഉണ്ടാവും. അമിതമായ കോശങ്ങൾ ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണം, നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് രക്തം വരും അല്ലേ? കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം പതുക്കെ രക്തം വരവ് ഒന്ന് സ്റ്റോപ്പ് ആവാണ്. ആക്ച്വലി അവിടെ രക്തത്തിന്റെ കട്ടയാവണ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ചെറിയ ഒരു പശപ്പശപ്പ് പോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടാവും. പിന്നെ പതുക്കെ അത് ഡ്രൈ ആവും. പതുക്കെ ഡാമേജ് വന്നിരിക്കുന്ന സെല്ലുകൾ റീപ്ലേസ് ആവും. റീപ്ലേസ് ആയി കഴിഞ്ഞതിന് ശേഷം അതിനെ പ്രൊട്ടക്ഷൻ ആയിട്ട്
കവർ ചെയ്യുന്ന ആ ബ്ലഡിന്റെ ക്ലോട്ട് എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ച പഴയ രക്തം കട്ട പിടിച്ചിട്ട് അത് കവർ ചെയ്തിരിക്കുന്ന ഭാഗം പതുക്കെ ചൊറിച്ചൽ വന്നിട്ട് അത് താനെ ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ നമ്മൾ ചൊറിഞ്ഞ് കളയുക അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. പിന്നെ ആ കോശങ്ങൾ അവിടെ മൾട്ടിപ്ലൈ ആവില്ല. അത് വന്നാൽ അത് ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ പതുക്കെ പതുക്കെ സ്കിന്ന് കളറൊക്കെ നോർമൽ ആവും. അപ്പൊ പിന്നെ നമ്മുടെ ആ മുറിവ് ഉണ്ടായിരുന്നു വല്ലാണ്ട് ആഴത്തിലുള്ള മുറിവാണെങ്കിൽ ആ പാട് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അതർവൈസ് ആ സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ആക്ച്വലി സ്റ്റോപ്പ് ആവാണ് ചെയ്തത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പലപ്പോഴും പല വ്യക്തികൾ പല സ്ഥലത്ത് നമ്മളിപ്പോ കേൾക്കുന്നത് എന്താ വെച്ചാൽ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താണ് ആക്ച്വലി ആ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് കാരണം കൊണ്ട് സെല്ലുകളിൽ ഒരു ഡാമേജ് വരാണ്. റെഗുലർ ഡാമേജ് വരുമ്പോൾ ശരീരത്തിന്റെ താളം തെറ്റാണ് ചെയ്യുക. ആ മൾട്ടിപ്ലിക്കേഷന്റെ താളം തെറ്റാണ് ചെയ്യുക. എക്സാമ്പിൾ, ഞാനിപ്പോൾ ചില ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സർജറി നടക്കുന്ന സമയത്ത് നമ്മൾ ആ യൂറിനറി ട്യൂബൊക്കെ കയറ്റും. കയറ്റി കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ പിന്നീട് അത് അതിന്റെ ആവശ്യമില്ല. അത് നോർമൽ ബോഡി വരുന്ന സമയത്ത് നമ്മൾ അത് എടുത്തു കളയാണ് ചെയ്യുക. പക്ഷെ അവർക്ക് മൂത്രം പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ പതുക്കെ പതുക്കെ അത് ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് മൂത്രം പിടിക്കാനൊക്കെ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ സമയത്ത് ആ സെല്ല് നോർമൽ ആവാണ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കാം, ബോഡി ഒരു ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റിംഗ് സിസ്റ്റം. ഉഷ്ണകാലത്ത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ഉള്ളിൽ നിന്ന് തണുക്കാൻ ശ്രമിക്കും. വിയർപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട്. തണുപ്പ് കാലത്ത് ആ സ്ഥാനത്ത് ബോഡി ചൂടാവാൻ ശ്രമിക്കും. വിറയ്ക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവണം വെച്ചാൽ ബോഡി വൈബ്രേറ്റ് ആവണ സമയത്ത് ഹീറ്റ് ജനറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ബോഡിന്റെ ഭംഗിയാണ്, ബോഡിന്റെ ബ്യൂട്ടിയാണ്. ഇതേ പ്രകാരം തന്നെ സെല്ല് മൾട്ടിപ്ലിക്കേഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിൽക്കും. ആ നോർമൽ സ്റ്റേജിനേക്കാളും അമിതമായ സ്റ്റേജിലേക്ക് സെൽ മൾട്ടിപ്ലിക്കേഷൻ പോയാൽ അതിനെ പറയുന്നതാണ് ക്യാൻസർ. അപ്പൊ ആ അമിതമായ സെൽ മൾട്ടിപ്ലിക്കേഷൻ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിയേ, ഞാൻ പറഞ്ഞ ആ നേരത്തെ ഈ തിയറി മാച്ച് ആവുമെന്ന്. കൊച്ചു കുഞ്ഞുങ്ങളിൽ സെൽ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ആണ്. അത് ടീനേജ് വരുന്ന സമയത്ത് ഏകദേശം നമുക്ക് ആവറേജ് ഗ്രോത്ത് വരും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് പൊല്യൂഷനാണ്, എന്താണ്? അപ്പം മനസ്സിലാക്കാം, അമ്മമാര് കഴിക്കുന്ന ആഹാരമാണെങ്കിലും ഇവര് ശ്വസിക്കുന്ന ആ വായു ആണെങ്കിലും ഇവര് കഴിക്കുന്ന ആഹാരമാണെങ്കിലും ഇതൊക്കെ കാരണങ്ങൾ. ഞാൻ എപ്പോഴും ഒരു വ്യക്തമായ ഒരു കാരണം പറയാറുണ്ട്. എന്താ വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവർ എന്നോട് പറഞ്ഞത്, സാറേ അത്യാവശ്യം ഇൻഫർമേഷൻസ് നിങ്ങൾ കൊടുക്കുക. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അതിനുള്ള നേരം അധികം ഉണ്ടാവാറില്ല. സോ ഇറ്റ്സ് ബെറ്റർ യു ഗോ ആൻഡ് എക്സ്പ്ലെയിൻ മോസ്റ്റ് ഓഫ് ദ തിങ്സ്. വേവിച്ച ആഹാരം അത് പിന്നീട് രണ്ടാമത് വേവിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ വരരുത്. രണ്ടാമത്തെ വേവിക്കുമ്പോൾ തന്നെ അത് ദോഷമാണ്. നമ്മൾ വേവിച്ച ആഹാരം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അവിടെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ഇതേ പ്രകാരം തന്നെ പഞ്ചസാര പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പലരും പറയാറുണ്ട്. അതിന് കാരണമുണ്ട്. എന്താ വെച്ചാൽ പഞ്ചസാര ശരിക്കും ശർക്കരേൻ്റെ ഒരു നീരാണ്. ആ ശർക്കരേൻ്റെ നീരെടുത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ശർക്കരയായി മാറാണ് ചെയ്യുക. പക്ഷെ അതിന് മൊളാസസ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് അത് ആൽക്കഹോൾ ഇൻഡസ്ട്രിയിലേക്ക് അയക്കും. പിന്നെ ബാക്കി വരുന്ന വേസ്റ്റിനെ ഒന്നുകൂടെ പ്യൂരിഫൈ ചെയ്ത് നല്ല ഡൈമണ്ട് രൂപത്തിലാക്കിയിട്ട് അതിന് മധുരം കൂടുകയും ചെയ്യും. കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അതിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കെമിക്കൽസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ കെമിസ്ട്രി ഫോർമുല പ്രകാരം അവൻ ബാലൻസിങ് ചെയ്യാണ്. ബാലൻസിങ് ചെയ്യുന്ന സമയത്ത് അവൻ എവിടെ നിന്നാണ് അവൻ്റെ ബാലൻസിങ് ഇത് എത്താം, മോളിക്യൂൾസ് കണ്ടെത്താം? 100% നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതേപോലത്തെ പല അമിതമായ ഹൈ കാർബോഹൈഡ്രേറ്റ്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ആവണതും പ്രിസർവേറ്റീവ് ചേർത്തിരിക്കുന്ന ആഹാരം ഒഴിച്ചു മാറ്റാൻ സാധിച്ചാൽ, ഞാൻ സാധിച്ചാൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. കാരണം ട്രാവലിംഗ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് ഹോട്ടൽ ആഹാരം ഇല്ല, നിവൃത്തിയില്ല. പക്ഷെ അത് ദോഷം തന്നെയാണ്. കാരണം ഒരാളും കച്ചവടം ചെയ്യുന്ന സമയത്ത് സമ്പൂർണ്ണ നന്മയോടുകൂടി ചെയ്യുന്ന കച്ചവടക്കാർ വളരെ കുറവാണ്. ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ മിക്ക ആൾക്കാരും എന്താണ്, എവറിത്തിങ് ഗോസ് ഇൻ എൻ അഡ്ജസ്റ്റ്മെന്റ്. സോ ഫൈനലി ഈ അഡ്ജസ്റ്റ്മെന്റ് എവിടെ വരണം? നമ്മുടെ ശരീരത്തിലാണ്.
ഒരു വീട്ടിൽ പാചകം ചെയ്തിരിക്കുന്ന ആഹാരം അഥവാ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ രാത്രി വരെ ഇരുന്നായിരുന്നു പിറ്റേ ദിവസത്തേക്ക് ചില പ്രൊഡക്റ്റുകൾ ഇരിക്കുന്നല്ലാതെ എല്ലാം ഇരിക്കണം എന്നില്ല, കേടുവരും. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷെ നാച്ചുറൽ പ്രോസസ്സിനെ നമ്മൾ തടയുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേർത്തണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ 100% അതിന്റെ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വല്ലാണ്ട് അതിന്റെ സയൻസിലേക്ക് കിടക്കുന്നില്ല. ഒരു എക്സ്പ്ലനേഷൻ ആവണതും ഫ്രഷ് ആഹാരം കഴിക്കുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ പലതരത്തിലുള്ള ക്യാൻസറുകൾ കാണിച്ചിട്ടുണ്ട്. ക്യാൻസർ പല വെറൈറ്റി ഉണ്ട്. ബ്ലഡിൽ ഉണ്ടാവുന്നതുണ്ട്, ലിംഫാറ്റിക് നോഡ്സിൽ ഉണ്ടാവുന്നതുണ്ട്, പിന്നെ വൈറ്റ് ബ്ലഡ് സെൽ അങ്ങനെയുള്ള ഡാമേജ്, മൈലോമ അങ്ങനെയുള്ള, ലുക്കീമിയ, ലിംഫോമ അങ്ങനെയുള്ള ഒരുപാട് പേര്, കാർസിനോമ അങ്ങനെ പറയുന്നത്. ഈ ഒരു ഡയഗ്രാം അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം വെച്ചാൽ ഇതൊരു ഫുഡിന്റെ ഒരു ട്രയാങ്കിൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഡെയിലി ഇൻടേക്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കാര്യങ്ങൾ കിട്ടുന്നത് നമുക്ക് കൂടുതൽ ഗുണമാണ്. അപ്പൊ കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കാര്യങ്ങളൊക്കെ ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മാംസാഹാരം ആവണതും വളരെ കുറവാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. പക്ഷെ നോർമലി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുക, ഓയിലിന്റെ ഇൻടേക്ക് ആണെങ്കിൽ പോലും വളരെ ലിമിറ്റഡ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പുതിയ ഡ്രൈ ഫ്രയർ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിന്റെ ഭാവിയിലത്തെ ഇമ്പാക്ട് എങ്ങനെയാണെന്ന് അറിയില്ല. മൈക്രോവേവിനെ കുറിച്ച് നെഗറ്റീവ് ഇത് വന്ന കാരണം കൊണ്ടായിരിക്കാം ഡ്രൈ ഫ്രയർ ഒക്കെ വരാൻ കാരണം. അപ്പൊ എന്താ കാര്യം വെച്ചാൽ അത് എണ്ണ ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, അങ്ങനെയുള്ള പല മെഷീനറികൾ ഇറങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആവണതും പച്ചയില് കഴിച്ചാൽ നല്ലത്, ഹോൾ ഗ്രെയിൻസ് കഴിക്കുന്നതാണ് നല്ലത്. ഇന്ന് റിഫൈൻഡ് എന്ന് പറയുന്ന വാക്കുള്ള വസ്തുക്കൾ ആവണതും അവോയ്ഡ് ചെയ്താൽ നല്ലത് എന്ന് ഞാൻ പറയുള്ളൂ. എന്താ കാര്യം വെച്ചാൽ റിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ അതിലത്തെ ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരു ബാലൻസിൽ കാര്യം പോകുമ്പോൾ ആ ഗുണം ചെയ്യുള്ളൂ. എക്സാമ്പിൾ ഗോതമ്പിന്റെ മണീന്റെ പുറമത്തെ ഭാഗമാണ് റവ, അതിന്റെ ഉൾഭാഗമാണ് ആട്ട, ഏറ്റവും ഉൾഭാഗമാണ് മൈദ. ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അവൻ ദോഷം ചെയ്യില്ല. പക്ഷെ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതൊരു താളം തെറ്റിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകണം. പിന്നെ അതിലും കുറവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ്? ഡ്രൈഡ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഡ്രൈഡ് ട്ടാ. എന്നിട്ട് അതേപ്രകാരം തന്നെ പോൾട്രി. അപ്പം മാംസാഹാരത്തിൽ തന്നെ റെഡ് മീറ്റ്, വൈറ്റ് മീറ്റ് അങ്ങനെ പലതും ഉണ്ടാവണതും വൈറ്റ് മീറ്റിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞാൽ ചിക്കനും മത്സ്യങ്ങളാണ് കോമൺ ആയിട്ട് പോവുള്ളൂ. അതിന്റെ മുകളിലുള്ള വെറൈറ്റി ഒക്കെ ഡൈജഷൻ പ്രോസസ്സിന് ഹെവിയാണ്. 100% അത് പതുക്കെ നമുക്ക് ദോഷം ഉണ്ടാക്കും. അതിന്റെ കാരണങ്ങൾ ഞാൻ ഉറപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയറി പ്രൊഡക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ലാസ്റ്റ്. വളരെ ഹെവി ആയിട്ടുള്ള ഐറ്റംസ്, പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്, ഈ വക കാര്യങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ക്വാണ്ടിറ്റികൾ വളരെ കുറവ്. ഏറ്റവും മുകളിൽ കാണിക്കുന്ന ഇതാണ്, വളരെ കുറവായിരിക്കണം. ഉപ്പ്, പഞ്ചസാര ഇതൊക്കെ വളരെ കുറവായിരിക്കണം. എണ്ണ വളരെ കുറവായിരിക്കണം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഉപ്പ് നമ്മൾ എന്തോരം ഉപയോഗിക്കണം. നമ്മുടെ കറികളിൽ ഉപ്പുണ്ട്, എല്ലാത്തിലും ഉപ്പുണ്ട്, അച്ചാറിൽ ഉപ്പുണ്ട്, പപ്പടത്തിൽ ഉപ്പുണ്ട്, ഒക്കയിലും ഉപ്പാണ്. പഞ്ചസാര നമ്മൾ വിചാരിക്കുന്ന ചായയിലിടുന്ന മാത്രമാണ്. അല്ല, പഞ്ചസാര പിന്നെ നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിൽ ഏത് സാധനങ്ങളും അടിച്ച് കയറ്റാണ് നമ്മൾ. ഇതൊക്കെ ശരീരത്തിൽ നിന്ന് പോകണ്ട. ഇത് നമുക്ക് ആവശ്യത്തിനേക്കാളും കൂടുതൽ കയറ്റുമ്പോൾ എന്താ സംഭവിക്കുക? 100% അത് ദോഷമായി മാറും. പിന്നെ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻസ് കൺസ്യൂം ചെയ്യുന്നതാണ് നല്ലത്. വൈറ്റമിൻസ് രണ്ട് തരം കിട്ടും. എന്തൊക്കെ കാര്യം വെച്ചാൽ, ഒന്ന് കെമിക്കൽ പ്രോസസ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞ സിന്തറ്റിക് വൈറ്റമിൻസ്. അതെങ്ങനെയാ വെച്ചാൽ അത് മൾട്ടിപ്ലിക്കേഷൻ, അത് ശരിക്കും മെഡിസിനൽ ആണ്. അപ്പൊ കാൽഷ്യം 500 mg, 5000 mg അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മെഡിസിൻസ് ആണ്. പക്ഷെ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുരിങ്ങയിൽ നിന്ന് എടുത്തത്, മഞ്ഞളിൽ നിന്ന് എടുത്തത്, തക്കാളിയിൽ നിന്ന് എടുത്തത്, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ട്രാ. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. സാധാരണ ഒരു തക്കാളി കഴിക്കുന്നതിന്റെ പോലെ തന്നെയാണെന്ന് നമ്മൾക്ക് കാണാം. അപ്പൊ അതാണ് നാച്ചുറൽ. പിന്നെ അതേപോലെ ആൽക്കഹോൾ, ഈ വക കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞ ഒരു തിയറി വരുന്നത്. നിങ്ങളൊന്ന് ഭംഗിയായിട്ട് ഇത് നോക്കിയാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഒരു മരത്തിൽ നിന്ന് കുറെ സസ്യങ്ങൾ ഉണ്ടാവും. ഈ മരം എങ്ങനെയാണ് ഇത് ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴിക്ക് അല്ലേ? സൂര്യത്തിന്റെ രശ്മികളൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ പല പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഫ്രൂട്ട്സിനെ
ഭക്ഷിക്കുന്ന ആരാണ്? ഡിയർ, അല്ലെങ്കിൽ സസ്യം കഴിക്കുന്ന ജീവികൾ അല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ കാര്യം വെച്ചാൽ ഈ ജീവികൾ ഇത് കഴിക്കുമ്പോൾ ആക്ച്വലി ഒരു 100 എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ്, ഞാൻ എക്സാമ്പിൾ പറയാണ്, 100 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ ചെടികളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ആണെങ്കിൽ ആ 100നെ ഈ ഡിയർ കൂടുതൽ ഭക്ഷിക്കുമ്പോൾ 100 എന്തായാലും 1000 മാറും. പിന്നെ ഈ ഡിയറിന്റെ മാംസത്തിനെ ഭക്ഷിക്കുന്നത്, ഈ മാനിന്റെ മാംസത്തിനെ ഭക്ഷിക്കുന്നത് ലയൻ ആണെങ്കിൽ ലയനിന്റെ ബോഡിയിൽ അത് 1000ന് പകരം അത് 10,000 മാറും. പക്ഷേ ഇവിടെ മനസ്സിലാക്കാം, മൃഗങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഡിഫറെൻ്റാണ് മനുഷ്യനെക്കാളും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിക്കും ഹെർബാവോറസ് ആനിമൽ പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ സസ്യാഹാരം കഴിക്കുന്ന ജീവികളുടെ ഏകദേശ സിസ്റ്റം സെയിം പ്രകാരമാണ്. നമ്മുടെ പല്ല് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പല്ല് മാംസാഹാരി ജീവിന്റെ അല്ല, നമ്മൾ ശാകാഹാരി ജീവിന്റെയാണ്. അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിലത്തെ ഉള്ളിലത്തെ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഏകദേശം ശാകാഹാരി ജീവികളോട് അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫുഡ് ചെയിനിൽ നമ്മൾ നോൺ വെജ് ആവുമ്പോൾ അല്ല വിഷയം, കഴിക്കുന്നതല്ല വിഷയം, ഡൈജഷൻ ടൈം കൂടുതൽ വേണം. അപ്പോൾ ആ ഡൈജഷൻ ടൈം കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ആവുന്നതും നോൺ വെജ് കുറച്ച് ലിമിറ്റഡ് കഴിക്കുക. അതും ഒരു കാരണവശാലും നോൺ വെജ് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മൾ റെസ്റ്റിലേക്ക് പോകാൻ പാടില്ല. മിനിമം ഒരു 5 മണിക്കൂർ വ്യത്യാസം വേണം എന്നാണ് പറയാറ്, കിടന്നുറങ്ങാനേക്കാളും മുൻപ്. ആ ഡൈജഷൻ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ കിടന്നുറങ്ങും, പക്ഷെ നമ്മുടെ വയറ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ഫ്ലവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക, ലാസ്റ്റ് അത് ഈകളിലേക്ക് പോണു. കടലിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പിന്നെ മീനുകളെ ഭക്ഷിക്കാൻ അതിലേക്ക് പോണു. അപ്പൊ ഇത് കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഫുഡ് ചെയിനിന്റെ അഗെയിൻസ്റ്റ് ആണ് നമ്മളും പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ടേസ്റ്റ് കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ മനസ്സിലാക്കുക, ലെറ്റസ് കീപ്പ് എ ലിമിറ്റ് സംവെയർ. എവിടെങ്കിലും ഒരു മാർജിൻ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. തിന്നാൻ വേണ്ടി ജനിച്ച പോലെ ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി തിന്നണ രൂപത്തിലേക്ക് നമുക്ക് വരണം. അപ്പൊ നോക്കാം, ഇതൊക്കെ അവസാനം ശരീരത്തിൽ കയറുമ്പോൾ, ശരീരത്തിൽ നോർമലി ബ്ലഡിന്റെ സ്റ്റെം സെല് അത് നമ്മുടെ മജ്ജയിലൊക്കെ ഉണ്ടാവുന്നതാണ്. അത് രക്തകോശങ്ങൾ ഉണ്ടാക്കുന്നതാണ്, പ്ലാസ്മ, അങ്ങനെ പലതും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, പല കാരണവശാൽ ചില സമയത്ത് മ്യൂട്ടേഷൻ എന്ന് പറയും. മ്യൂട്ടേഷൻ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, നമ്മുടെ ജീൻസ് സ്വയമായിട്ട് ചിലപ്പോൾ മാറും. അതാണ് ഈ ഡോക്ടേഴ്സ് ചോദിക്കാൻ കാരണം, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസറിനോട് പാരമ്പര്യം ഉണ്ടോ? അപ്പൊ എന്താ കാര്യം, ആ ജീൻസിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രവണത. എന്താണ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലഘട്ടം പോണ അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ എവല്യൂഷൻ തിയറി കണ്ടു അല്ലെ? മനുഷ്യൻ പണ്ട് നടന്നിരുന്ന രീതിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഓരോ കാലം പോണ അനുസരിച്ചിട്ട് മനുഷ്യൻ മോഡേൺ ആയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഇൻഫർമേറ്റീവ്, കൂടുതൽ നോളജ്, കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ഇതിനെയാണ് പറയാം മ്യൂട്ടേഷൻ. അപ്പൊ ആ കാലഘട്ടത്തിന് ആവശ്യമാണ്. അപ്പൊ നമ്മൾ അത് നമ്മുടെ നെസസിറ്റി പ്രകാരം, മൃഗങ്ങളിൽ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ പോലും വളരെ സ്ലോ ആണ്, പക്ഷെ മനുഷ്യന്മാരുടെ മ്യൂട്ടേഷൻ ഫാസ്റ്റ് ആണ്. പക്ഷെ ചില മ്യൂട്ടേഷൻ സെൽ ലെവലുകളിൽ വരുന്ന സമയത്ത് അത് ദോഷമായി മാറാണ്. ആ കോശത്തിന് എബ്നോർമൽ ബ്ലഡ് ഉണ്ടാക്കി, എബ്നോർമൽ ബ്ലഡ് ഉണ്ടാക്കുമ്പോൾ പിന്നീട് അവൻ എബ്നോർമൽ സെല്ലുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയമായി മാറുന്നുണ്ട്. അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഇത് ക്യാൻസറിന്റെ ചില സിംറ്റംസ് ആണ്. എല്ലാ സിംറ്റംസ് സെയിം വേണമെന്നില്ല, പക്ഷെ നിങ്ങൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അൺവാണ്ടഡ് എല്ല് വേദന, ബോൺ പെയിൻ, അത് കണ്ടിന്യൂവേഷനിൽ നിൽക്കുകയാണ്. നിങ്ങൾ മെഡിസിൻസ് കഴിക്കുന്ന പലതും കഴിക്കുന്നുണ്ട്. ഇടയ്ക്കൊരു പ്രായം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ അതിന്റെ കുറെ ഇപ്പൊ ലാബ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്താ കാര്യം വെച്ചാൽ, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. 30-35, പക്ഷെ ഇന്ന് 30-40 പോരാ. ഇന്ന് ഒരു പക്ഷെ ചെറുപ്പം മുതലേ വരേണ്ടി വരും. കാരണം നമ്മുടെ കൊച്ചുമക്കൾ പോലും ഇന്ന് കഴിക്കുന്നത് റെഡിമെയ്ഡ് ഫുഡാണ്. ബ്ലീഡിങ്, വെറുതെ അൺനെസസറി ആയിട്ട് ബ്ലീഡിങ്, നോസ് ബ്ലീഡിങ്, അൺവാണ്ടഡ്. കാരണം ക്ലൈമറ്റ് പ്രശ്നമോ എന്തെങ്കിലും ആകാതെ ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ യു ഷുഡ് ബി. അമിതമായ വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത്, പല കാരണങ്ങളുണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാനുള്ളത്.
മെഡിസിൻസ് കാരണം ഉണ്ടാവും, ഷുഗർ കാരണം കൊണ്ട് ചിലർക്ക് നന്നായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഓരോ ഫാക്ടേഴ്സ് ആണ്. അതല്ലാതെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ 100% അതെന്തായിരിക്കും കാരണം? നിർത്താതെ ഉണ്ടാവണ പനി. നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും പ്രത്യേകിച്ച് പനി കണ്ടിന്യൂസ്ലി പല മെഡിക്കൽ സിസ്റ്റത്തിൽ പനീനെ ഒരു എന്താ പറയാ ഫസ്റ്റ് വാർണിംഗ് എന്നാണ് പറയാ. ഇപ്പൊ ഈവൻ ഹിപ്പോക്രറ്റ്സ്, നമ്മുടെ ഫാദർ ഓഫ് മെഡിസിൻ, പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് പനി തരൂ, എന്റെ രോഗങ്ങൾ എനിക്ക് മാറ്റാം. അതിന്റെ അർത്ഥം എന്താണ്? പനി ശരിക്കും ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയോ തകരാറുള്ളതിന്റെ ഒരു ലക്ഷണമാണ് പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പൊ ഒന്നല്ലെങ്കിൽ ദഹനക്കേടാവാം, ടെൻഷനാവാം, പല കാരണങ്ങളാവാം. പക്ഷെ ഒന്നായില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഒരു പ്രശ്നവും കാണാനില്ല. എന്നാ അടുപ്പിച്ചിട്ട് പനി വരാണെങ്കിൽ വല്ല കാര്യമായിട്ടുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. ഇനി അതും ഇല്ലെങ്കിൽ 100% നമുക്ക് ക്യാൻസറിന്റെ ഓൺകോളജിസ്റ്റിനെ പോയി കാണുന്നത് നമുക്ക് നല്ലതായിരിക്കും. ജസ്റ്റ് ടു റൂൾ ഔട്ട്, അത്രയ്ക്കുള്ളൂ. സിവിയർ ഇൻഫെക്ഷൻസ്, രാത്രി വെറുതെ അൺനെസസറി തണുപ്പുണ്ടെങ്കിൽ പോലും വിയർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കിന്നില് അത് അങ്ങനെ. പിന്നെ ലിംഫ് നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിന് ഭാഗം അവിടെയൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നീര് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ക്യാൻസർ ഉണ്ടാവാനുള്ള ബേസിക് പല കാരണങ്ങൾ എന്താ വെച്ചാൽ അമിതമായ തടി നിയന്ത്രിക്കാൻ പഠിച്ചേ പറ്റൂ നമ്മൾ. അത് എക്സസൈസ് വഴിക്കോ ഏതെങ്കിലും ഒരു വഴിക്കോ നമുക്ക് അത് കൺട്രോൾ ചെയ്യണം. അത് അൺകൺട്രോളബിൾ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു, കാരണം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ടൈപ്പ് 2 ഡയബറ്റീസുകാർ എന്താ വെച്ചാൽ അവരെ കോശങ്ങൾ തന്നെ ഷുഗറിന്റെ ഇത് അബ്സോർബ് ചെയ്യില്ല. അങ്ങനെ പല സെഡൻറ്ററി ലൈഫ്, നമ്മൾ വെറുതെ ഇരുന്ന് ടി വി കാണാ, കിടന്നുറങ്ങാ, തിന്നാ, കുടിക്കുക, എക്സസൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, അങ്ങനത്തെ ഒരു ലൈഫൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം വെച്ചാൽ നമ്മൾ പലപ്പോഴും സന്യാസ ജീവിതക്കാർക്ക് ആയുസ് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവർക്ക് ആയുസ് കിട്ടാനുള്ള കാരണം ഒന്നാമത് അവർക്ക് ടെൻഷൻ, അവർ കൂടുതൽ എടുക്കാറില്ല. ഇല്ലാണ്ടല്ല, എടുക്കാറില്ല. പോരാത്തതിന് അവർ കൂടുതൽ നടത്തവും കാര്യങ്ങൾ കൂടുതലാണ്. സെഡൻഡറി ആണെങ്കിൽ 100% അവർക്കും ബുദ്ധിമുട്ട് കിട്ടും. ഇതേ പ്രകാരം തന്നെ പ്രതിരോധം കുറയുന്ന സമയത്ത്, പ്രതിരോധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അടുത്ത കാലത്ത് കൊറോണ വന്ന സമയത്ത് ഒരുവിധം ആൾക്കാർക്ക് കൊറോണ കിട്ടാനതിന്റെ കാരണം എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ കൊറോണ വൈറസ് സിമ്പിൾ കോൾഡും കഫ് പോലുള്ള ഒരു സംഭവമാണ്. പലർക്കും കിട്ടിയില്ല, എനിക്കും കിട്ടിയിട്ടില്ല, ദൈവം അനുഗ്രഹിച്ച്. അത് അഹങ്കരിക്കുന്നതല്ല, അത് കാരണം അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. ആഹാരത്തിന്റെ രീതി വളരെ ഫുൾ ടൈം മാംസാഹാരം കാര്യങ്ങൾ, ഫുൾ ടൈം വറുത്തത് പൊരിച്ചത്, അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പിന്നെ ജനറ്റിക്, നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടോക്സിസിറ്റി, ആസിഡിറ്റി, അമിതമായ മെഡിക്കൽ ഇൻടേക്ക്. എന്താ കാര്യം വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം, മെഡിസിൻസ് തരുന്ന ഡോക്ടർമാരാണെങ്കിൽ പോലും നമ്മുടെ ചുമതലയാണ് ആ രോഗത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ എക്സസൈസ് ചെയ്യണം, ഏതൊക്കെ സ്ട്രെസ് ലെവൽ ചെയ്യണം. ഡോക്ടേഴ്സ് അത് പറയാറുണ്ട്, നിങ്ങൾ മൈൻഡ് റിലാക്സ് ചെയ്യണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് പലരും മാക്സിമം ഒരു 20-30 മിനിറ്റ് ഒരു 2-3 ദിവസം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ കാരണം പറഞ്ഞിട്ട് പിന്നെ അവർ ആ നടത്തം നിർത്താണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഉം, ഇവിടെ ആരും കുറ്റക്കാരല്ല, നമ്മൾ സ്വയം നമ്മുടെ കുറ്റം നമ്മൾ ഏറ്റേ പറ്റൂ. അപ്പൊ മിനറൽ ഡെഫിഷ്യൻസി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് തരത്തിലുള്ള, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ പൊല്യൂഷനും കാര്യങ്ങളും. അപ്പൊ ഇതൊന്നും നമുക്ക് പലത് നിയന്ത്രിക്കാം. പൊല്യൂഷന്റെ കേസ് നോക്കുന്ന സമയത്ത് നോക്കുക, പ്രായം കയറുന്നത് ഒരു ഫാക്ടറാണ്. റേഡിയേഷൻ, ഇപ്പൊ അമിതമായ എക്സ്റേ മാത്രമല്ല, ഇന്ന് ഒരുവിധം റേഡിയേഷൻ കൂടുതലാണ്. ഇപ്പൊ ഈവൻ ചെർണോബിലില് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് ലോകത്ത് പലോരം ചെറുതായിട്ടെങ്കിലും ബാധിക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് യുദ്ധം അവിടെ നടക്കാന് നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു തോന്നല് തെറ്റാണ്. അപ്പൊ അത് ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും ഇത് സയന്റിഫിക്കലി തെളിയിച്ച കാര്യങ്ങളാണ്, പുറത്തേക്ക് വരില്ല എന്ന് മാത്രം. എൻവോയറമെന്റിൽ ഉണ്ടാവണ പലതരത്തിലുള്ള ഗ്യാസുകൾ, അപ്പൊ ഈ ഫാക്ടറികളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന, ഫാക്ടറി ഒരു ഏകദേശം നമ്മുടെ നാട്ടിലല്ല വേറെ നാട്ടിലാണെങ്കിൽ പോലും ആകാശം സെയിമാണ്, അതേ അറ്റ്മോസ്ഫിയർ, അത് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കറുത്ത മഴ പെയ്തു, ചുമന്ന മഴ പെയ്തു. ഇതെങ്ങനെയാ നമ്മുടെ ഇവിടെ ഫാക്ടറി ഉണ്ടായിട്ടുണ്ടോ? അല്ല, പക്ഷെ അത് നമ്മൾ എന്തായാലും ബാധിക്കും. അസുഖങ്ങള് കണ്ടിന്യൂസ്ലി അസുഖങ്ങൾ വരുമ്പോൾ അതും ഡേഞ്ചറസ് ആണ്. ഇത് പ്രകാരം തന്നെ ഓക്യുപ്പേഷണൽ നമ്മൾ ചെയ്യുന്ന ചില ജോലികൾ, ഇപ്പൊ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള പല സ്ഥലത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈവൻ സിമെന്റ് ഫാക്ടറികൾ അങ്ങനെയുള്ള പല സ്ഥലത്ത് ജോലി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനി പുകവലിക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ
ഇവിടെ ഞാൻ ആകെ 3-4 വെറൈറ്റി ബേസിക് വെറൈറ്റീസ് കാണിച്ചാണ് കാർസിനോമ. കാർസിനോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ബേസൽ സെൽസിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് കാർസിനോമ. പിന്നെ ലൂക്കീമിയ എന്ന് പറഞ്ഞാൽ അത് ബ്ലഡ് ലെവലിൽ ഉണ്ടാവുന്നതാണ്. ലിംഫോമ, മൈലോമ കാറ്റഗറിയിൽ നിന്നാണ്. എല്ലുമല ഉണ്ടാവുന്ന ടൈപ്പിന് ബോൺ സർക്കോമ അല്ലെങ്കിൽ സോഫ്റ്റ് സർക്കോമ, ക്യാൻസർ ഓഫ് ബ്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെയാണ് മഞ്ഞള് നമുക്ക് നല്ലത് തന്നെയാണ്, പക്ഷെ ഡോക്ടർമാരെ പറയുന്നത് ശരിയാണ്. അമിതമായ മഞ്ഞള് തോന്നിയ പോലെ രൂപത്തിൽ ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടാണ്. മഞ്ഞളിൽ ഒരുപാട് ഹെവി മെറ്റൽസ് ഉണ്ട്. ആ ഹെവി മെറ്റൽസ് കളഞ്ഞതിന് ശേഷം എടുക്കണ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ. ഹെവി മെറ്റൽസ് ഇല്ല എന്ന് കൺഫർമേഷൻ നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവസാനം ഉപയോഗിക്കുന്ന വസ്തു തന്നെ നമുക്ക് ദോഷമായി മാറാൻ പാടില്ല. പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മഞ്ഞളും അമിതമായിട്ട് ഉപയോഗിച്ചിട്ട് ഉള്ള പ്രശ്നത്തിനേക്കാളും ഇരട്ടി വേറെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. മഞ്ഞൾ അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷേ എന്താ കാര്യം വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഹെവി മെറ്റൽസ് അതിൽ നിന്ന് കളയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും പലതരത്തിലുള്ള ക്യാൻസറിന്റെ ഇതുകൾ ഞാൻ വന്നു, മൈലോമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം ഞാൻ അത് വെറുതെ ജസ്റ്റ് നിങ്ങൾ ഈ സ്ക്രീൻ സ്റ്റില് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. പല ടൈപ്പുകളുണ്ട്. അപ്പൊ ഒന്ന് മാത്രമേ മനസ്സിലാക്കുക, ട്യൂമർ കാര്യങ്ങൾ എന്ത് പറയുകയാണെങ്കിൽ പോലും എല്ലാം സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിന്റെ ബേസിക് കാരണം ഇതാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരം ആൽക്കലീൻ വളരെ കുറവാണ്. ഫ്രഷായ ഫ്രൂട്ടുകൾ, ഫ്രഷായ വെജിറ്റബിൾസ്, ഇത് അമിതമായിട്ട് നമ്മൾ കഴിക്കണം. അമിതമായിട്ട് എന്ന് പറഞ്ഞാൽ നിയർലി 60-70% ഇതായിരിക്കണം എന്നാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആസിഡിക് ആണ്. ആസിഡിക് മീഡിയത്തിലാണ് ക്യാൻസർ സെല്ല് ഭംഗിയായിട്ട് വളരുക. അപ്പൊ ആസിഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ പ്രോസസ്ഡ് ഫുഡ് ഒക്കെ ആസിഡിക് ആയി മാറാണ്. മാംസാഹാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന സമയത്ത് അതൊക്കെ ആസിഡ്, എണ്ണ പൊരിച്ചത് അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ആസിഡിക്, കെമിക്കൽ ചേർത്തിട്ടുള്ള പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഒക്കെ ആസിഡിക്, എടുത്തു വെക്കാൻ പറ്റിയ പ്രിസർവ്ഡ് കാര്യങ്ങളൊക്കെ ആസിഡിക് ആയി മാറാണ്. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മെയിൻ കാരണം നമ്മുടെ ആഹാര രീതി തന്നെയാണ്. അപ്പൊ ആ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. സംഗതി നമ്മൾ എന്തും കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇങ്ങനത്തെ ക്ലാസ്സുകൾ പറയുന്ന സമയത്ത് മാത്രം കേൾക്കാനോ അത് അനുസരിക്കാനോ ആർക്കും നേരില്ല. സുഖജീവിതം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വല്ലപ്പോഴും മാത്രം മതി. ഡോണ്ട് മേക്ക് ഇറ്റ് എ റെഗുലർ ഹാബിറ്റ്. ഇവിടെ നോക്കി, ഇതുപോലെ ബോണിൽ ഉണ്ടായിരിക്കുന്ന ഓസ്റ്റിയോ സാർക്കോമ, അപ്പൊ എല്ലിലുണ്ടാവണ ഒരു ഇത്, പിന്നെ വായലുണ്ടാവണ ഒരു തരം ഇത്, പലതരത്തിലുള്ള ക്യാൻസറിന്റെ സെല്ലുകൾ വായൽ ഉണ്ടാവണ, വൈറ്റമിൻ B12 കാരണം കൊണ്ട് വായൊക്കെ പൊട്ടാറുണ്ട്, ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ അമിതമായിട്ട് നമ്മൾ പല്ല് കടിച്ചോണ്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുറിവ് വീണ്ടും 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 ഉണ്ടാവുമ്പോൾ ശരീരം താനെ എന്താണ് വിചാരിക്കുന്നത്, ഇനി മുറിവ് ഉണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി സെൽ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് പോകുന്നതാണ്. പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ നിവൃത്തിയില്ലായ്മ വന്നാൽ 100% സർജറി തന്നെ. കാരണം ബ്രസ്റ്റ് ക്യാൻസർ കാര്യങ്ങൾ വന്നു, അത് തീരം പടർന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ ഡോക്ടർമാരെ പറയാതെ സർജറി തന്നെ ചെയ്യണം. റേഡിയേഷൻ ഉണ്ട്, പല തരത്തിലുള്ള റേഡിയേഷനും കീമോതെറപ്പികളും ഉണ്ട്. അപ്പൊ അത് പല വെറൈറ്റികളുണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ഇമ്മ്യൂണോ തെറപ്പി, ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന തെറപ്പി ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ഡ്രഗ്സ്, അങ്ങനെയുള്ള ഒരുപാട് റേഡിയോ ഫ്രീക്വൻസി, പല തരത്തിലുള്ള മെഡിക്കൽ. ഇന്ന് മെഡിസിൻ വല്ലാണ്ട് മുന്നോട്ട് പോയി, പക്ഷെ എന്നാലും സൂക്ഷിക്കേണ്ടത് ആരാണ്? നമ്മൾ സൂക്ഷിക്കണം. ആവുന്നും പുറമത്തെ ആഹാരം ഒന്ന് അവോയ്ഡ് ചെയ്യുക, പാക്കറ്റ് ഫുഡുകൾ ഒന്ന് അവോയ്ഡ് ചെയ്യുക, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആഹാരം ഒന്ന് അവോയ്ഡ് ചെയ്യുക, ഫ്രഷ് ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഇതൊരു ബ്രെയിൻ ക്യാൻസറിന്റെ ഒരു ഇത് കാണിച്ചു എന്ന് മാത്രം. ബ്രെയിനിലത്തെ സെല്ലുകൾ അമിതമായിട്ട്, ഇവിടെ കുർക്കുമ എലിക്സോർ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കാനുള്ള കാരണം പല ഡോക്ടേഴ്സിന് ഈ പ്രൊഡക്റ്റ് വളരെ ഇഷ്ടമാണ്. ചില ഡോക്ടേഴ്സിന് അവർ പറഞ്ഞിരിക്കുന്നത് അവർ റേഡിയേഷൻ കാര്യങ്ങൾ കഴിയുന്ന സമയത്ത് ഇത് കൊടുക്കരുതെന്ന് ഉള്ള ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. അപ്പം 100% നിങ്ങൾ അവരായിട്ട് കൺസൾട്ട് ചെയ്യുക. അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, സാറേ ഇത് വെറും ഒരു മഞ്ഞളിന്റെ നാച്ചുറൽ എക്സ്ട്രാക്റ്റ് ആണ്, ഇതിൽ ഒന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള 100% ടെർമറിക്.
പക്ഷെ ഇതിലത്തെ ദോഷങ്ങളും കളഞ്ഞിരിക്കുകയാണ്, ഇതിലത്തെ പിഗ്മെന്റേഷൻ പോലും കളഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഗുണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഇത് മാറാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ അല്ല. ദയവ് ചെയ്ത് നിങ്ങൾ മെഡിക്കൽ ഇതുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ഇത് ഒരു പ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ എന്താ പറഞ്ഞ ഇമ്മ്യൂണിറ്റി. ഇപ്പൊ നമ്മൾ എന്ത് സംഭവം, എന്ത് പൊല്യൂഷൻ ആണ്, എന്ത് സാധനമാണെങ്കിലും എന്താണ് കുറയുന്നത്? ഇമ്മ്യൂണിറ്റിയാണ് കുറയുന്നത്. ആ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. അവസാനം കണ്ണീരായി മാറാൻ ഒരു പക്ഷെ മരിക്കുന്ന വ്യക്തിനേക്കാളും കൂടുതൽ കുടുംബത്തെ വ്യക്തികളാണ് കൂടുതൽ കരയുക. കാരണം ഉള്ളതും എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ കൂടുതൽ ക്ലാസ്സുകൾക്ക് MKR CSM യൂട്യൂബിൽ നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ള് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താണ്. 100% ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത് തന്നെ നമ്മൾ വീണ്ടും കാണുന്നതാണ്. താങ്ക് യു വെരി മച്ച്.